ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൾട്ടിപ്പിൾ അലലിസം എന്ന് പറയുന്ന ടോപ്പിക്കാണ് നോക്കുന്നത്. ഇതിൽ ഞാൻ ഓൾറെഡി എഴുതിയ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വീഡിയോ മുന്നേ എടുത്തതായിരുന്നു. അപ്പോൾ വോയിസ് റെക്കോർഡായിട്ടില്ലായിരുന്നു, സ്ക്രീൻ മാത്രമേ റെക്കോർഡായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ രണ്ടാമതൊന്നുകൂടി എടുക്കുകയാണ്. അപ്പോൾ മൾട്ടിപ്പിൾ അലലിസം എന്ന് പറയുന്ന ടോപ്പിക്കാണ് നോക്കുന്നത്. ജെനറ്റിക്സ് ആൻഡ് പ്ലാന്റ് ബ്രീഡിംഗ് എന്ന് പറയുന്ന പേപ്പറിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് മൾട്ടിപ്പിൾ അലലിസം എന്നുള്ളത്. ഓക്കെ, മൾട്ടിപ്പിൾ അലലിസം എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ജീന് രണ്ടിൽ കൂടുതൽ ആൾട്ടർനേറ്റീവ് ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ അലലിസം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു വെൽ നോൺ ആയിട്ടുള്ള എക്സാമ്പിളാണ് എന്താ, നമ്മുടെ ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം. ABO ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റം ഈ ഒരു മൾട്ടിപ്പിൾ അലലിസത്തിൻ്റെ ഒരു വലിയ എക്സാമ്പിളാണ്. അതുമാത്രമല്ല കോഡോമിനൻസിൻ്റെ എക്സാമ്പിൾ കൂടിയാണ് എന്താ മൾട്ടിപ്പിൾ അലലിസം എന്ന് പറയുന്നത്. ഇവിടെ എന്താണ് നടക്കുന്നത്? ഈ മൾട്ടിപ്പിൾ അലലിസത്തിൽ നമ്മൾ പറഞ്ഞു ഒരു സിംഗിൾ ജീൻ എന്താണ് രണ്ടിൽ കൂടുതൽ ആൾട്ടർനേറ്റീവ് ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ മൾട്ടിപ്പിൾ അലലിസം എന്ന് പറയുന്നത്. ABO ഗ്രൂപ്പാണ് അതിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ ബ്ലഡ് നമുക്കറിയാം 4 ഗ്രൂപ്പാണ് നമുക്കുള്ളത്: A ഗ്രൂപ്പ്, B ഗ്രൂപ്പ്, ABO. ഇതെന്ന് പറയുന്നത് മൾട്ടിപ്പിൾ അല്ലേലിക് ഫാമിലീൻ്റെ ഫിനോട്ടിപ്പിക് എക്സ്പ്രഷൻ വഴിയാണ് ഈ ഒരു 4 ഗ്രൂപ്പുകൾ ഫോം ചെയ്തിട്ടുള്ളത്. ഓരോ ഗ്രൂപ്പിലുള്ള ആൻറ്റിജൻസ് എന്താണ് ഡിഫറെൻ്റ് ആണ്. ആൻറ്റിജൻസ് മാത്രമല്ല ആൻറ്റിബോഡിയും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഓരോ ഗ്രൂപ്പിലും ആൻറ്റിജൻ എന്താണ് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഗ്രൂപ്പ് A, അതായത് A ബ്ലഡ് ഗ്രൂപ്പിൽ എന്താണ് A ആൻറ്റിജൻ ആണുള്ളത്. B ബ്ലഡ് ഗ്രൂപ്പിൽ B ആൻറ്റിജൻ ആണ്. AB ബ്ലഡ് ഗ്രൂപ്പിൽ A ആൻറ്റിജനും B ആൻറ്റിജനും ഉണ്ട്. എന്നാൽ ഗ്രൂപ്പ് പോലെ എന്താണ് ഒരു ആൻറ്റിജനും ഇല്ല, പക്ഷേ എന്തുണ്ട്, ആൻറ്റിബോഡി ഉണ്ട് അല്ലേ. ഓക്കെ, ഈ ആൻറ്റിജൻ എന്ന് പറയുന്നത്, അതായത് A ആൻറ്റിജനും B ആൻറ്റിജനും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് I എന്ന് പറയുന്ന ജീനാണ്. ഈ I എന്ന് പറയുന്ന ജീനിന് 3 അല്ലീലിക് ഫോമാണുള്ളത്. ഏതൊക്കെയാണ്? IA, IB ആൻഡ് IO. ഇങ്ങനെ 3 അല്ലീലിക് ഫോമാണ് ഈ ഒരു ജീനിന് ഉള്ളത്. ഓക്കെ, ഈ I ജീൻ, അതായത് ഈ ആൻറ്റിജൻ എനെയും ആൻറ്റിജൻ ബീനെയും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ I ജീനിന് 3 അല്ലീലിക് ഫോമാണ് ഉള്ളത്. അതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ അലലിസം എന്ന് പറയുന്നത്. രണ്ടിൽ കൂടുതൽ അല്ലീലുകൾ ഓൾട്ടർനേറ്റീവ്സ് ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു സിംഗിൾ ജീനിന് രണ്ടിൽ കൂടുതൽ ആൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ അല്ലീൽസ് ഉള്ളതിനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ അല്ലലിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഈ I ജീന്, അതായത് ആൻറ്റിജൻ എയും ബിയും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ I ജീനിന് 3 അല്ലീലിക് ഫോമാണുള്ളത്. ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു: IA, IB ആൻഡ് IO. ഇങ്ങനെ 3 ഇതാണ് ഉള്ളത്. ഓക്കെ, ഇതിൽ ഈ ABO ബ്ലഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ 3 അല്ലീൽസിൻ്റെ ഫിനോട്ടിപ്പിക് എക്സ്പ്രഷൻ വഴിയാണ് ഈ ABO ഗ്രൂപ്പ് ഉണ്ടായിട്ടുള്ളത്. ഈ അല്ലീൽസിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ IA എന്ന് പറയുന്ന അല്ലീലും IB എന്ന് പറയുന്ന അല്ലീലും എന്താണ്, കോഡോമിനൻ്റ് ആണ്. അതായത് IAയും IBയും ഡോമിനൻ്റ് ആണ് അല്ലേ. അത് ഒരുമിച്ച് വരുമ്പോൾ എന്താണ്, കോഡോമിനൻ്റ് കണ്ടീഷനാണ് വരിക. എന്നാൽ ഈ IO എന്ന് പറയുന്നത് എന്താണ്, റെസസീവ് ആണ്. ഓക്കെ, അതായത് ഈ IAയും IBയും എന്താണ്, ഈ IOനെ ഡോമിനേറ്റ് ചെയ്യും. ഓക്കെ, IO എന്ന് പറയുന്നത് റെസസീവ് ആണ്. അപ്പോൾ IO എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരുമ്പോൾ ഇവിടെ ആരാണ് ഡോമിനേറ്റ് ചെയ്യുക? IA ഡോമിനേറ്റ് ചെയ്യും. കാരണം IO എന്താണ്, റെസസീവ് ആണ്. ഇനി ഈ IA എന്ന് പറയുന്ന ജീന് അല്ലെങ്കിൽ അല്ലീൽ എന്തിൻ്റെ പ്രൊഡക്ഷനാണ് കൺട്രോൾ ചെയ്യുക? ആൻറ്റിജൻ എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യും. IB എന്ന് പറയുന്നത് ആൻറ്റിജൻ ബീൻ്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യും. ഈ IO എന്ന് പറയുന്ന റെസസീവ് അല്ലീൽ എന്ത് ചെയ്യും? ഒരു ആൻറ്റിജനെയും കൺട്രോൾ ചെയ്യുന്നില്ല. ഓക്കെ, ഒരു പേഴ്സണിൽ നമ്മൾ മൾട്ടിപ്പിൾ അല്ലലിസത്തിന് ഈ എക്സാമ്പിൾ പറഞ്ഞെങ്കിൽ പോലും ഒരു പേഴ്സണിൽ 2 അല്ലീൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓരോ പാരൻറ്റിൽ നിന്നും വരുന്ന 2 അല്ലീൽസ് മാത്രമേ ഒരു പേഴ്സണിൽ ഉണ്ടാവുള്ളൂ. മൾട്ടിപ്പിൾ അല്ലലിസം എന്ന് പറയുന്നത് ABO ഗ്രൂപ്പിങ്ങിലാണുള്ളത്, അല്ലാതെ ഒരു പേഴ്സണിൽ മൾട്ടിപ്പിൾ അല്ലലിസം ഇല്ല. ഓക്കെ, അപ്പോൾ
ഒരു പേഴ്സണിൽ ഈ 2 അല്ലീൽസ് ഏതെങ്കിലും 2 അല്ലീൽസ് ആയിരിക്കും ഉണ്ടാവുക ഓരോ പാരൻറ്റിൽ നിന്നും. അതായത് അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നുള്ള ഓരോ അല്ലീൽസ് ആയിരിക്കും ഈ ഒരു പേഴ്സണിൽ ഉണ്ടാവുക. ഈ 3 ഡിഫറെൻറ്റ് അല്ലീൽസ് ഏകദേശം 6 ഡിഫറെൻറ്റ് പെയേഴ്സ് 6 ഡിഫറെൻറ്റ് പെയേഴ്സ് ഫോം ചെയ്യുന്നുണ്ട്. അത് എന്താണ്, എന്ത് കൺട്രോൾ ചെയ്യുന്നുണ്ട്? 4 ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ഇൻഹെറിറ്റൻസ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇനി ഈ അല്ലീൽ കോമ്പിനേഷൻസ് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൻ്റെ ജീനോമിക് കോമ്പിനേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തേത് എന്താണ്? ഹോമോസൈഗസ് ആയിട്ടുള്ള IA ഹോമോസൈഗസ് ഡോമിനൻ്റ് ആയിട്ടുള്ള IA. ഇതിലെന്താണ്? IA എന്ന് പറയുന്നത് ആൻറ്റിജൻ A ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻറ്റിജൻ A ഇതിലാണ് പ്രൊഡ്യൂസ് ചെയ്യുക? A ബ്ലഡ് ഗ്രൂപ്പിലാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് IAIO ആണ്. ഇതെന്താണ്? ഹെട്രോസൈഗസ് ആണ് അല്ലേ? ഹെട്രോസൈഗസ് ആണ്. ഇവിടെ IO എന്ന് പറയുന്നത് റെസസീവ് ആണ്. അപ്പോൾ എന്താണ്? A ആൻറ്റിജൻ ആണ്. IA എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? A ആൻറ്റിജൻ പ്രൊഡ്യൂസ് ചെയ്യും. അതും എന്താണ്? A ഗ്രൂപ്പാണ്. എങ്ങനത്തെ A ഗ്രൂപ്പാണ്? ഹെട്രോസൈഗസ് ആയിട്ടുള്ള A ഗ്രൂപ്പാണ്. ഇനി നെക്സ്റ്റ് കേസിൽ എന്താണ്? IB ആണ് വരുന്നത് അല്ലേ? IB വരുമ്പോൾ എങ്ങനെയാണ്? IB വരുമ്പോൾ ഹോമോസൈഗസ് ഡോമിനൻ്റ് ആണ്. B ബ്ലഡ് ഗ്രൂപ്പ്, അതായത് IB എന്ന് പറയുന്ന അല്ലീൽ എന്ത് ചെയ്യാണ്? B ആൻറ്റിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇനി IBIO എന്ന് പറയുന്നത് എന്താണ്? ഹെട്രോസൈഗസ് ആണ്. ഇവിടെ എന്താണ്? റെസസീവ് ആണ്. അതുകൊണ്ട് B ഗ്രൂപ്പാണ് പ്രൊഡ്യൂസ് ചെയ്യുക. B ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും ആ പേഴ്സണിന് ഉണ്ടാവുക. ഇനി അടുത്ത കേസ് നോക്കുകയാണെങ്കിൽ IAയും IBൻ്റെയും പ്രത്യേകത എന്താണ്? രണ്ടും ഡോമിനൻ്റ് ആണ് അല്ലേ? രണ്ടും ഡോമിനൻ്റ് ആകുമ്പോൾ എന്താണ്? അവിടെ ഡോമിനൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ IB രണ്ടും എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ എന്താണ്? ആൻറ്റിജൻ Aയും ഉണ്ടാക്കും, Bയും ഉണ്ടാക്കും. അപ്പോൾ അവിടെയുള്ള ബ്ലഡ് ഗ്രൂപ്പ് എന്താണ്? AB ബ്ലഡ് ഗ്രൂപ്പാണ് അല്ലേ? കോഡോമിനൻ്റ് കണ്ടീഷനാണ്. ഇനി അവസാനത്തെയാണ് എന്ത്? IOയും ഇവിടെ എന്താണ്? ഹോമോസൈഗസ് റെസസീവ് ആണ്. രണ്ടും എന്താണ്? ഒരു ആൻറ്റിജനും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ എന്താണ്? O ബ്ലഡ് ഗ്രൂപ്പാണ് അവിടെ ഫോം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ, മൾട്ടിപ്പിൾ അലിസൻസും ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ബോക്സ് ആക്കിയിട്ട് ഇല്ലസ്ട്രേറ്റ് ചെയ്യാം. അതായത് ഹോമോസൈഗസ് ഡോമിനൻറ്റ്, ഹെട്രോസൈഗസ്, ഹോമോസൈഗസ് കോഡോമിനൻറ്റ്, ഹോമോസൈഗസ് റെസസീവ്, ആ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തിട്ട് അങ്ങനെ എഴുതാം കേട്ടോ. അപ്പോൾ അത്രയാണ് എന്താ മൾട്ടിപ്പിൾ അല്ലലിസം ABO ഗ്രൂപ്പിങ്ങിൽ. ഇപ്പം നിങ്ങൾക്ക് 2022 മൾട്ടിപ്പിൾ അല്ലലിസത്തിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 10 അല്ല 11 മാർക്കാന്ന് തോന്നുന്നു ആ വട്ടം ഉണ്ടായിരുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. 2022 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കുക. ABO ഗ്രൂപ്പ് എക്സാമ്പിളാക്കി വെച്ചിട്ട് എന്ത് ഇല്ലസ്ട്രേറ്റ് ചെയ്യുക? മൾട്ടിപ്പിൾ അലീൽസ് ഇല്ലസ്ട്രേറ്റ് ചെയ്യുക. പിന്നെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? ഹോമോസൈഗസ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പുള്ള ടൈപ്പ് B ആരെ മാരേജ് ചെയ്തു? ഹെട്രോസൈഗസ് ആയിട്ടുള്ള ടൈപ്പ് Aനെ മാരേജ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫീനോട്ടിപ്പിക് റേഷ്യോ എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ എഴുതുക? അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ നേരത്തെ, അപ്പോൾ റൈറ്റ് ചെയ്തതാണ്. അതായത് സ്ക്രീൻ മാത്രം റെക്കോർഡായി വോയിസ് റെക്കോർഡായി ആവാതിരുന്നപ്പം റൈറ്റ് ചെയ്തതാണ്. അപ്പോൾ ഫീമെയിൽ അമ്മ എന്താണ്? ഹോമോസൈഗസ് ആണ്. ഹോമോസൈഗസ് B ആണ്. അച്ഛൻ എന്ന് പറയുന്നത് എന്താണ്? ഹെട്രോസൈഗസ് A ആണ്. അപ്പോൾ ഇവിടെ അമ്മ എന്ന് പറയുന്നത് എന്താണ്? ഹെട്രോസൈഗസ് ആയിട്ടുള്ള B ആണ്. അച്ഛൻ എന്ന് പറയുന്നത് ഹോമോസൈഗസ് ആയിട്ടുള്ള B ആണ്. അച്ഛൻ എന്ന് പറയുന്നത് എന്താണ്? ഹെട്രോസൈഗസ് ആയിട്ടുള്ള A ആണ്. അപ്പോൾ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. IB ഹോമോസൈഗസ് ആണ്. അപ്പോൾ എന്താണ്? അമ്മയ്ക്ക് B ബ്ലഡ് ഗ്രൂപ്പാണുള്ളത്. വുമണിന് B ബ്ലഡ് ഗ്രൂപ്പാണുള്ളത്. മാനിന് എന്ത് ബ്ലഡ് ഗ്രൂപ്പാണുള്ളത്? A ബ്ലഡ് ഗ്രൂപ്പാണ്. ഹെട്രോസൈഗസ് ആയിട്ടുള്ള A ബ്ലഡ് ഗ്രൂപ്പാണ് ഉള്ളത്. അപ്പോൾ ഇവർക്ക് ഉണ്ടാവുന്ന പ്രോജനിയിൽ വരുന്നത് എങ്ങനെയായിരിക്കും? ഈ
മദറിൻ്റെ നിന്ന് IB ആയിരിക്കും വരുന്നുണ്ടാവുക, ഫാദറിൻ്റെ നിന്ന് IA വരും, IOയും വരും അല്ലേ. അപ്പോൾ ഇവിടെ ഉണ്ടാവുന്ന പ്രോജനീസ് IAയും IBയും അതുപോലെ തന്നെ IB IOയും ആയിരിക്കും. അതായത് AB ബ്ലഡ് ഗ്രൂപ്പും B ബ്ലഡ് ഗ്രൂപ്പും ആയിരിക്കും ഇവർക്ക് ഉണ്ടാകുന്ന പ്രോജനിയിൽ വരുന്നത്. ഓക്കെ, നമ്മൾ ഈ അച്ഛൻ്റെ IAയും അമ്മയുടെ IBയും ചേർന്നു. അതുപോലെ തന്നെ എന്താണ്, അമ്മയുടെ IBയും അച്ഛൻ്റെ IOയും റെസസീവ് ആയിട്ടുള്ളതും ചേർന്നിട്ട് AB ഗ്രൂപ്പും അതുപോലെ തന്നെ B ഗ്രൂപ്പുമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു പ്രോജനീൻ്റെ ഫീനോടൈപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? 1:1 ABയും Bയും ആണ് വരുന്നത്. ഇനി ഈ ക്വസ്റ്റ്യന് പുറമേ ആയിട്ട് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ വീട്ടിലെ കേസ് നോക്കാം. എൻ്റെ വീട്ടിലെ എല്ലാ ബ്ലഡ് ഗ്രൂപ്പും ഉണ്ട്. ഓക്കെ, എൻ്റെ വീട്ടിലെ എല്ലാ ബ്ലഡ് ഗ്രൂപ്പും ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, A ഉണ്ട്, B ഉണ്ട്, AB ഉണ്ട്, O ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. എൻ്റെ അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് O പോസിറ്റീവാണ്. അപ്പോൾ IO ആണ് വരിക. റെസസീവ് ഹോമോസൈഗസ് റെസസീവ് ആണ് അമ്മ. അച്ഛൻ AB ആണ്. അപ്പോൾ എന്താണ്, കോഡോമിനൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇതിന്ന് വരുന്നത് എന്തായിരിക്കും? IO ആയിരിക്കും. ഈ അല്ലീലായിരിക്കും വരുന്നുണ്ടാവുക. ഈ ഒരു ജീനായിരിക്കും വരിക. ഇതിനാകുമ്പോൾ 2 ജീൻസ് വരാനുള്ള സാധ്യത ഉണ്ട് അല്ലേ. ഓക്കെ, ഇനി പ്രോജനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോജനി എങ്ങനെയാണ് വരിക? പ്രോജനി വരുമ്പോൾ IA IOയും ഇത് രണ്ടും കൂടി ചേർന്നിട്ട് IA IOയും പിന്നെന്താണ് IB IO. അതായത് B ഗ്രൂപ്പും A ഗ്രൂപ്പും. ഇതിൽ ഞാൻ A ഗ്രൂപ്പാണ്, അനിയത്തി B ഗ്രൂപ്പാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ബ്ലഡ് ഗ്രൂപ്പിംഗ് വരുന്നത്. അപ്പോൾ ഞാൻ എന്താണ്, ഹെട്രോസൈഗസ് ആയിട്ടുള്ള A ആണ്. അതുപോലെ അനിയത്തി എന്താണ്, ഹെട്രോസൈഗസ് ആയിട്ടുള്ള B ആണ്. ഇപ്പോൾ ഇതേപോലെ നിങ്ങളും ചെയ്ത് നോക്കുക. എങ്ങനെയാണ് നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ്, നിങ്ങൾ ഹോമോസൈഗസ് ആണോ ഹെട്രോസൈഗസ് ആണോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം വെറുതെ. അപ്പോൾ ഇത്രയാണ് ആ ഒരു 2022 ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് മൾട്ടിപ്പിൾ അനലിസിസിനെ കുറിച്ചിട്ട്. 11 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് അതിൽ വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. പിന്നെന്താണ്, ഇനി നിങ്ങൾക്ക് വേണ്ട ടോപ്പിക്സൊക്കെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് വെച്ചിട്ട് നിങ്ങൾ ഹോമോസൈഗസ് ആണോ ഹെട്രോസൈഗസ് ആണോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.